ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ദയർ കറി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. അതിന് വേണ്ടി ഞാൻ 4 ഉള്ളി എടുത്തിന്, പച്ചമുളക്, കൊത്തമീർ, പെരുങ്കായം കുറച്ച് ഇട്ടിന്, പിന്നെ 6 സ്പൂണില്ലേ കടലപ്പൊടി എടുത്തിന്. ഇതേമാതിരി നോക്കാം. 6 സ്പൂൺ എടുത്തിന്. 1/2 സ്പൂണ് കറി മസാലപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂണില്ലേ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. പിന്നെ 1/2 കിലോ ഞാനില്ലേ 1/2 കിലോ ഇതെടുത്തിന് ദയർ. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിന്, ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ഇതേമാതിരി അതിനെ മിക്സ് ആക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ഇതേമാതിരി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് 3 സ്പൂണ് കടലപ്പൊടി ഇടണം. കുറേ ഇടാൻ പാടില്ല. 3 സ്പൂണ് കടലപ്പൊടി ഇടണം. ഇതേമാതിരി ഇട്ടിട്ട് ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. നോക്കല്ലേ. അതിനെ ഇതേമാതിരി നല്ല മൈ പോലെ അരച്ചിട്ട് കൊടുക്കണം. നല്ല അരയണം. അതിനെ അരച്ചിട്ടെടുത്ത് പിന്നെ ഇതിൻ്റെ ചട്ടിക്കകത്ത് ഇട്ടിട്ട് കൊടുക്കണം ഈ മസാല. പിന്നെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം. നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. കൊടുത്ത് പിന്നെ നമുക്ക് എത്ര വെള്ളം വേണം ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കണം. ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ മുകളിൽ തെരി വരും, പൊട്ടിപ്പോവും. ദേരല്ലേ നല്ല ടേസ്റ്റ് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കി. പിന്നെ ഒരു സൈഡിൽ ഞാൻ ബജി ഉണ്ടാക്കാൻ എടുത്തിന്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് വെച്ചിന്. ഇതേ എണ്ണ കഴിയുമ്പോൾ ഇതേ ബജിയെല്ലാം ഇട്ട് കൊടുക്കണമല്ലോ. ഇതേമാതിരി എല്ലാ മസാല ഇട്ടിട്ട് കൊടുക്കണം 2-3 പ്രാവശ്യം ആക്കിയിട്ട്. പിന്നെ ഈ ബജിയെല്ലാം ചുട്ടെടുത്ത് പിന്നെ നമ്മൾ അടുപ്പിൽ ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ കടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. ഇതേമാതിരി നോക്കാമല്ലോ. അതില്ലേ ഇങ്ങനെ വേറെ എടുത്തിട്ട് വെച്ചാലും നമ്മൾ കറി എടുക്കുമ്പോൾ അതിൽ അങ്ങനെ ഇട്ടാലും മോശമില്ല. അങ്ങനെ ബൗളിലേക്ക് ഇട്ടിട്ട് കൊടുത്താൽ ഇതിങ്ങനെ ഇട്ടെങ്കിലേ ഉള്ളിലേക്കെല്ലാം നല്ല മസാല പോയിട്ടില്ലേ ബജിയൻ്റെ നല്ല സോഫ്റ്റാണ്. പിന്നെ ഒരു സൈഡിൽ ഞാൻ ബഗാർ കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുത്തിന്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിച്ചപ്പ് അത്ര ഇട്ടിട്ട് നല്ല കാഞ്ഞ പിന്നെ ഇതിൽക്ക് ബഗാർ കൊടുത്താൽ മതി. ഇതേമാതിരി നോക്കാമല്ലോ. പിന്നെ മുകളിൽ കൊത്തമീര മുറിച്ചിട്ടിടണം. നല്ല ടേസ്റ്റിന് തിന്നാൻ ചോറ്റിൻ്റെ കൊത്ത. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുതിയതായിട്ട് ആരും കാണുന്ന ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. എവിടെ ആയിട്ട് വരാം.